നല്ല അടിപൊളി മീനുണ്ട്. നമ്മളിപ്പോൾ ഇതൊന്നും ചെയ്യാൻ വെച്ചാൽ മജ്ബൂസ് ഉണ്ടാക്കുന്നത് ഞാനല്ല കേട്ടോ. നമ്മൾ ഉപ്പാനെ കൊണ്ട് നല്ല ഗൾഫ് സ്റ്റൈലിൽ മജ്ബൂസ് ഉണ്ടാക്കാന്ന് വെച്ച് അപ്പോൾ മീൻ മുറിച്ച് കൊടുക്കാനുള്ള വാക്ക് ഞാൻ ഏറ്റെടുത്ത്. അപ്പം അങ്ങനെ മീൻ മുറിച്ച് കൊടുക്കാനുള്ള വാക്ക് ഞാൻ പാലിക്കണ്ടേ. ഇതെല്ലാം കൊടുത്തിട്ട് ഉപ്പാനെ കൊണ്ട് ഉണ്ടാക്കണം. പണ്ട് ഗൾഫിൽ നിന്ന് അടിപൊളിയായിട്ട് മജ്ബൂസിൽ ഉണ്ടാക്കണ്ടേ. ഇതെല്ലാം അങ്ങനെ ഇട്ടു. പിന്നെ അതൊക്കെ ശല്യം കൊടുത്തില്ലേ ഈ ലാസ്റ്റ് കൊടുക്കാനോ. ബിസ്മില്ല ബിസ്മില്ല. ജ്യൂസിൻ്റെ ഐഡിയ. ജ്യൂസിൻ്റെ ബിരിയാണി റൈസ് 3 കിലോ. അജു നമ്മൾ നല്ല നെയ്യാണ്. ഏത് നെയ്യ് ഉപയോഗിക്കുന്ന ചെറുതാണ് നെയ്യ. മീനൊക്കെ നമ്മൾ മുറിച്ച മീനൊക്കെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. മജ്ബൂസാണോ മച്ചിബൂസാണോ എന്നുള്ളത് ചെറിയ സംശയം കേട്ടോ. എന്തായാലും അതിനുള്ള ചേരുവകളും കാര്യങ്ങളൊക്കെ ഓരോ പാത്രത്തിലാക്കി വെച്ചിട്ട് ഇതിൻ്റെ പണി ആരംഭിച്ചിരിക്കുകയാണ് ഇന്നിപ്പോൾ. ഉപ്പാനെ സഹായിക്കാനൊക്കെ. എത്ര അരിയുണ്ട്? 2 കിലോ അരി 1.25 അരി. നമ്മളിങ്ങനെ അളക്കല് കാസർഗോഡ് അളക്കുന്നതാ പറയുന്നു. ഇതിപ്പോൾ എത്ര ഉള്ളത്? ഇത് ഒരു സേർ അരി 2 കിലോ ഇല്ല. 2 കിലോ കുറച്ച് കുറവ്. 1/2 കിലോ കുറവ്. നമുക്ക് ഒരു സേർ, 1/2 സേർ, 3/4 സേർ, അരക്കലി ഇരിക്കലും നമുക്കറിയില്ല. നമുക്ക് കിലോ കണക്ക് അറിയില്ല. ഇത് ഫുൾ എണ്ണയാണ്. അപ്പൊ ഉമ്മാൻ്റെ ഉപ്പും കൂടി വീണാലെ മഞ്ഞപ്പൊടി അങ്ങനെ ചേർക്കുന്ന ഓരോ ചേരുവകളും ഞാൻ നോക്കിക്കണ്ടിരുന്നു. ലെമണും പിഴിഞ്ഞു, അത്യാവശ്യത്തിന് ഉപ്പും ഇട്ടു, കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ട് അത് തിളക്കുന്നവരെ ഞങ്ങൾ കാത്തിരുന്നു. ഇത് തിളച്ചിട്ട് വേണം അരിയിടാൻ. അങ്ങനെ തിളച്ചതിന് ശേഷം അരിയിടുന്ന കർമ്മവും ഉപ്പാൻ്റെ കൈ കൊണ്ട് തന്നെ നിർവഹിച്ചു. അറബിക് മസാലയും ഗരം മസാലയൊക്കെ ചേർത്തുകൊണ്ടുള്ള അതിൻ്റെ സ്മെല്ല് മൂക്കിലടിച്ചപ്പോൾ തന്നെ തുറന്നു നോക്കാൻ ആഗ്രഹമുണ്ടായി. ഞാൻ തുറന്നു നോക്കി. ജ്യൂസിനൊരു ഇത്തിരി ഗരം മസാല വീണ്ടും ഉപ്പ് ഡെക്കറേഷൻ. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പെണ്ണുങ്ങളെ റെഡിയായിരിക്കുന്നു മക്കളെ. അങ്ങനെ വിളമ്പേണ്ട കർമ്മം എന്നെ ഏൽപ്പിച്ചു. അതിങ്ങനെ ഓരോ പ്ലേറ്റിലേക്ക് ഞാൻ വിളമ്പി തിട്ടപ്പെടുത്തി കുട്ടികൾക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. ഇതാ എൻ്റെ ഹിബമോൾ എന്നെ സഹായിക്കാനുണ്ടായിരുന്നു കേട്ടോ.